ഇന്ന് നമ്മൾ ഒരു കുട്ടി ഷോപ്പിങ്ങിന് ജഫിത്താൻ്റെ സാലിക്കാൻ്റെ ഇപ്പം ഹൈലൈറ്റ് മാളിലേക്ക് വന്നതാണ്. ഷോപ്പിംഗ് എന്ന് പറയാൻ പറ്റൂല, ഒരു കുട്ടി വീഡിയോ എടുക്കാൻ വന്നതാണ്. നമ്മൾ ഇതുവരെ ഉമ്മമ്മൻ്റെ വീട്ടിലേനും, അപ്പോൾ നമ്മളെ വീട്ടിലേക്ക് പോകുമ്പോൾ വലിയ കൊണ്ടാക്കി തരാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ അത് ഹൈലൈറ്റ് മാളിൽ കയറിയതാണ്. അപ്പോൾ എൻ്റെ അനിയത്തിക്ക് ഈ ഡ്രസ്സ് കണ്ടിട്ട് ഇത് ഇട്ടോക്കിയേ പറ്റും. അങ്ങനെ ഓളത് ഇട്ടോക്കി കുറച്ച് ഫാഷൻ ഷോ ഒക്കെ നടത്തി. പിന്നെ അവിടുന്ന് ഇറങ്ങിയപ്പോൾ അപ്പുറത്ത് തന്നെ ടോയ് സ്റ്റോർ, അവിടെ കയറിയപ്പോൾ ഓൾക്ക് അതൊക്കെ വേണം. പിന്നെ ഓളെ പൊക്കിയെടുത്തോണ്ടേ വേറെ വയ്യൊന്നുമില്ല. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഓൾക്ക് എന്തെങ്കിലും ഹൈലൈറ്റ് മാളിൽ നിന്ന് വേണമെങ്കിൽ ഇതാ വെൻഡിങ് മെഷീനിൽ എടുക്കാൻ പറ്റുമെന്ന്. അങ്ങനെ അതിന് എടുക്കാൻ വേണ്ടി വാശി പിടിക്കാൻ. പിന്നെ മാമനായി പോയില്ലേ, വാങ്ങി കൊടുത്തേ പറ്റും. പിന്നെ അത് തിന്നപ്പോഴാണ് ഓൾക്ക് സമാധാനമായി. പിന്നെ നമുക്ക് കുറച്ച് ഫാൻസി എടുക്കാണ്ടേനു. എനിക്ക് പിന്നെ ഷോൾ എടുക്കാണ്ടേനു. അതിന് ഇവിടെ പോയപ്പോഴോ അതൊരു കൊള്ളസംഗടിയില്ലേ, ഷോപ്പ് വെള്ളടിക്കാൻ വന്നതാ. പക്ഷെ എനിക്ക് പറ്റിയ കളറൊന്നും അവിടെ ഇല്ല. അങ്ങനെ നമ്മൾ നേരെ നെക്സ്റ്റോ പോയി ഒരു ഫേസ് വാഷ് ഒക്കെ വാങ്ങേണ്ടിട്ടു. അപ്പൊ ബില്ലടിക്കാൻ നേരത്തോള് വേഗം ഒരു കിൻഡർ ജോയ് കൊണ്ടുപോയി. പിന്നെ ബില്ലടിച്ചു പോയില്ലേ, അത് പിന്നെ മാറ്റി വെക്കാൻ നിന്നില്ല. അങ്ങനെ എല്ലാ സ്ഥലത്തും തെണ്ടി തിരിഞ്ഞ് ലാസ്റ്റ് നമ്മളെ വീട്ടിലെത്തിണ്ടാവും. അങ്ങനെ എന്താ ജഫിത്താന്റെ ഫ്രണ്ടിന്റെ കസിന് നമ്മളെ വീട്ടിലേക്ക് മൈലാഞ്ചി ഇടാൻ വന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ അനിയത്തിക്ക് മൈലാഞ്ചി ടേഷൻ ഞാൻ ഇട്ട് വലിയ കണ്ടിട്ട് എനിക്ക് തന്നെ ഇടാൻ പൂതിയാണ്. എന്തൊരു പെർഫെക്റ്റിലാണ് ഇടുന്നത്. പക്ഷെ ഞാനിട്ട കൊള്ളാവും, അതുകൊണ്ട് പിന്നെ ഞാനാ പഠിക്കുന്നത്. അപ്പൊ എനിക്ക് എന്തായാലും ഓലിട്ട് മൈലാഞ്ചി ഭയങ്കര ഇഷ്ടപ്പെട്ടിരിക്കണേ. പിന്നെ അടുക്കളയിൽ പോയൊക്കെയപ്പോഴോ എൻ്റെ ഉപ്പാണ് കുക്കിംഗ് ചെയ്യണത്. പിന്നെ എൻ്റെ ഉപ്പ കുക്കിംഗ് ചെയ്യണതൊക്കെ എൻ്റെ ഉമ്മക്ക് പേടിയാണ്. കാരണം അടുക്കള നാറി കിടക്കും. പിന്നെ അതൊക്കെ വൃത്തിയാക്കേണ്ട എൻ്റെ അമ്മൻ്റെ ഡ്യൂട്ടി ആവും. പക്ഷെ അമ്മക്ക് ഇഷ്ടമാണ് എൻ്റെ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ ചെയ്തിട്ട് അത് വിജയിച്ചാൽ മാത്രം നമ്മൾ യൂട്യൂബ് ചാനലിലേക്ക് ഇടൂ റെസിപ്പീസ്. പിന്നെ എന്താ നോമ്പൊറക്കാൻ കുറച്ച് സ്പെഷ്യൽ ഗസ്റ്റും ഉണ്ടല്ലോ. അങ്ങനെ ഓലും പിന്നെ പറഞ്ഞ് നോമ്പൊറന്ന് കഴിഞ്ഞിട്ട് ഫുഡ് അയച്ചിട്ട് പോവുള്ളൂ, എൻ്റെ ഉപ്പൻ്റെ സ്പെഷ്യൽ കറി ടേസ്റ്റ് നോക്കിയിട്ടുള്ളൂ. പിന്നെ ബാങ്ക് കൊടുക്കാൻ എത്താ എൻ്റെ ഉപ്പ എന്താ എൻ്റെ അനിയത്തിൻ്റെ സ്കൂട്ടർ ഓട്ടാണ്. അത് പിന്നെ എല്ലാവർക്കും ഓട്ടാൻ പറ്റും. അങ്ങനെ ബാങ്ക് കൊടുത്ത് നമ്മളെല്ലാവരും നോമ്പൊക്കെ തുറന്നു. പിന്നെ ആരെങ്കിലും നിസ്കാരപ്പടം നിവർത്തിയാൽ എൻ്റെ അനിയത്തി അവിടെ പോയിരിക്കും. അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാണ്. എൻ്റെ ഉപ്പൻ്റെ സ്പെഷ്യൽ കറി എങ്ങനെയുണ്ട് ടേസ്റ്റ് ഒക്കെ ഉണ്ടേ. അപ്പൊ ഇതന്നെയാണ് ടേസ്റ്റ്, എൻ്റെ ഉപ്പൻ്റെ സ്പെഷ്യൽ ഗീ റോസ്റ്റ്. പിന്നെ വന്നോൽക്കൊക്കെ കറി ഇഷ്ടപ്പെട്ടു. പിന്നെ ഓല് പോയി. അപ്പൊ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ബൈ.